പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായിട്ട് ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അധ്യായങ്ങൾ ആരംഭിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ തന്നെ ചില സൃഷ്ടികളെ കൊണ്ട്, അള്ളാഹുവിൻ്റെ തന്നെ ചില സംവിധാനങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായിട്ട് സംസാരിക്കാറുണ്ട്. അള്ളാഹു സംസാരിക്കുന്നത് നമുക്കറിയാം മനുഷ്യരോടാണ്. മനുഷ്യരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു വഹി ഇറക്കിയത്, ഖുർആൻ അവതരിപ്പിച്ചത് നമുക്കറിയാം. ആ മനുഷ്യരോട് സംസാരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ തന്നെ ചില സൃഷ്ടികളെ അള്ളാഹു മുന്നിൽ വെച്ചുകൊണ്ട് സത്യം ചെയ്ത് സംസാരിക്കുന്നതിൻ്റെ താല്പര്യം മുഫസ്സിരിങ്ങൾ വിശദീകരിക്കുന്നത് പ്രധാനമായി നമുക്ക് എല്ലാം അള്ളാഹു ഒരുപക്ഷെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അത് പരിപൂർണമായി ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ മനുഷ്യനെ കൊണ്ട് കഴിഞ്ഞുവെന്ന് വരില്ല. നമുക്ക് ചില പരിമിതികളുണ്ട്. ആ പരിമിതമായ അറിവുകൾ നിന്നുകൊണ്ടാണ് നമ്മൾ ഖുർആനെ ഓരോരുത്തരും സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സമീപിച്ചിട്ടുള്ള പണ്ഡിതന്മാർ ചർച്ചയ്ക്കെടുക്കുമ്പോൾ ആ സത്യങ്ങളിൽ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നതാണ് പണ്ഡിതന്മാർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട അഭിപ്രായം എന്നുള്ളത്. ഓരോ സത്യങ്ങളിലും നമുക്ക് പഠിക്കാനുണ്ടാകും. ആ സത്യങ്ങളിൽ അള്ളാഹുവിൻ്റെതായ ഏതെങ്കിലും പ്രത്യേകമായ ആയാത്തുകൾ ഒളിഞ്ഞു കിടപ്പുണ്ടാകും. അള്ളാഹുവിൻ്റെ അതിമഹത്തായ ചില അനുഗ്രഹങ്ങളുടെ വർണ്ണങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ അള്ളാഹുവിന് താല്പര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് ചില പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ അള്ളാഹു മുമ്പിൽ വെച്ചുകൊണ്ട് സത്യം ചെയ്യാറുള്ളത്. അത്തരത്തിൽ അള്ളാഹു അക്കമിട്ട് നിരത്തിയ ഒരു സത്യത്തിന്റെ ഒരു ഘടനയാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫജ്ർ നമുക്ക് കാണാൻ കഴിയുന്നത്. വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസ്മുൽ ലിദി ഹിജ്ർ. എണ്ണം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അള്ളാഹു എണ്ണി സത്യപ്പെടുകയാണ്. അതിൽ പ്രധാനമായി നമ്മൾ പലപ്പോഴും കൂടുതലായി കണ്ടുവരുന്നത് സമയവുമായി ബന്ധപ്പെട്ട സത്യങ്ങളാണ് കൂടുതൽ വരിക. രാത്രിയെ കൊണ്ട് സത്യം, പ്രഭാതത്തെ കൊണ്ട് സത്യം, ദുഹാ സമയത്തെ കൊണ്ട് സത്യം, പകലിനെ കൊണ്ട് സത്യം. ഈ വിധത്തിലാണ് കൂടുതൽ സത്യങ്ങൾ നിൽക്കുക. ഇവിടെ ഈ തുടങ്ങുന്നത് ഒരു പ്രഭാതത്തെ കൊണ്ടാണ്. പ്രഭാതം എന്നുള്ളത് ഓരോ പുലരിയിലും നമുക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ട് എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യം. ആ പ്രഭാതത്തെ കൊണ്ട് സത്യപ്പെട്ട അല്ലാഹു തുടങ്ങിയിട്ട് പിന്നെ പറയുന്നത് വൽ ഫജ്ർ വലയാലിൻ അശ്ർ, 10 രാത്രികളെ കൊണ്ടും സത്യം എന്ന അല്ലാഹു. ഈ 10 രാത്രികളെ കൊണ്ടും സത്യം. പിന്നെയോ വശഫഇ വൽ വത്ർ, ഒറ്റയും ഇരട്ടയും കൊണ്ടും സത്യം. വല്ലൈലി ഇദാ യസ്ർ, ഹൃദയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന രാത്രിയെ കൊണ്ടും സത്യം. ഹൽ ഫീ ദാലിക ഖസ്മുൽ ലിദി ഹിജ്ർ, ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഈ സത്യങ്ങളിൽ ഗുണപാഠമില്ലേ? ഈ പറയപ്പെട്ട അക്കമിട്ട് നിരത്തിയ സംഗതികൾ, ഈ സത്യമിട്ട് ശബ്ദം ചെയ്ത് അല്ലാഹു സംസാരിക്കുമ്പോൾ ഈ പറയപ്പെട്ട പ്രതിഭാസങ്ങളിൽ സത്യത്തിനും ശബ്ദത്തിനും വകയുണ്ടോ? ചിന്തിക്കുന്നവരെ ആലോചിക്കും. വെറുതെ സത്യമിട്ടതല്ല, ചിന്തിക്കുന്ന മനുഷ്യരുടെ മുമ്പിലേക്കാണ് അല്ലാഹു സത്യങ്ങൾ വെക്കുന്നത്. അതിൽ പുലരിയാണ് ആദ്യത്തേത്. രണ്ടാമത് പറയുന്ന 10 രാത്രികൾ. രാത്രിയെ കൊണ്ട് കോമൺ ആയിട്ട് പൊതുവെ അല്ലാഹു ഒരുപാട് സത്യമിട്ടിട്ടുണ്ട്. ഈ 10 രാത്രികളെ കുറിച്ച് നാം പ്രത്യേകം എടുത്ത് സംസാരിക്കുമ്പോൾ അതിൽ പ്രത്യേകമായ ചില താല്പര്യങ്ങളുണ്ട്. ആ 10 രാത്രികളെ കുറിച്ച് നമ്മൾ പഠിക്കണം. ആ രാത്രികളുടെ മഹത്വവും അതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന സവിശേഷതകളെയും പഠിച്ച് മനുഷ്യർ മനസ്സിലാക്കട്ടെ എന്ന്. അൽ-അഖ്ലു തഖ്ഫീഖുൽ ഇശാറ എന്നാണ്. ബുദ്ധിമാന്മാരെ സംബന്ധിച്ചിടത്തോളം ചില സൂചനകൾ മതിയാണ്. എല്ലാം പരത്തി പഠിപ്പിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അതുകൊണ്ട് ചിലതൊക്കെ ചെറിയ ഡോട്ടുകളായിട്ട്, ചില സൂചനകളായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വെക്കും. പഠിക്കാനുള്ള ബുദ്ധിയും വൈഭവവും കഴിവും ഒക്കെ മനുഷ്യന് അല്ലാഹു നൽകിയിട്ടുണ്ട്. നമ്മൾ പഠിക്കണം. 10 രാത്രികളെ കൊണ്ട് സവിശേഷമായ ആ 10 രാത്രികൾ ഏതാണ്? വശഫഇ വൽ വത്ർ. പിന്നെ പറയുന്നത് ഒറ്റയും ഇരട്ടയുമാണ്. ഒറ്റയും ഇരട്ടയും നമുക്കറിയാം. ഗണിതമില്ലെങ്കിൽ ലോകമില്ല. ഗണിതമില്ലെങ്കിൽ ലോകമില്ല. എല്ലാം ഗണിതത്തെ ആശ്രയിച്ച്, സംഖ്യകളെ ആശ്രയിച്ചാണ് ലോകത്തിന്റെ എല്ലാ ക്രമങ്ങളും നിൽക്കുന്നത്. അങ്ങനെ സംഖ്യകളുടെ കണക്കുകളുമായി മറ്റും ബന്ധപ്പെട്ട അതിന്റെ അടിസ്ഥാന ഘടകങ്ങളെ കുറിച്ച് പരിശോധിക്കുമ്പോൾ അത് ഒറ്റയും ഇരട്ടയുമായ സംഖ്യയിൽ വന്ന് അവസാനിക്കും. അതിനപ്പുറത്ത് ഉയർന്നില്ല. സംഖ്യകളുടെ ലോകം എന്ന് പറയുമ്പോൾ തന്നെ ഒറ്റയും ഇരട്ടയുമാണ്. അതിനാശ്രയിച്ച ലോകത്തിന്റെ നിലനിൽപ്പ് പോലും എല്ലാം ഗണിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നതൊരു വാസ്തവമാണ്. അത് മാത്രമല്ല, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മുഫസ്സിരിങ്ങൾ ഈ 2 കാര്യങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അല്ലാഹു റസൂലിന്റെ വചനങ്ങളുടെ വെളിച്ചത്തിൽ മുഫസ്സിരിങ്ങൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. 10 രാത്രികൾ, ആ സവിശേഷമായ 10 രാത്രി എന്ന് പറയുമ്പോൾ അത് ഒരു ഹജ്ജിന്റെ 10 രാത്രികളാണ് എന്നാണ് മുഫസ്സിരിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ-അശ്റുൽ അദ്ഹ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 10 രാത്രികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 10 രാവും പകലും അടങ്ങുന്ന 10 ദിവസങ്ങളാണ്. രാത്രി എടുത്തു പറയുമ്പോൾ രാത്രിക്ക് അല്പം പോലിശയുള്ളത് കൊണ്ട് കൂടിയാണ്. ഇതിന്റെ രാവും പകലും ഒരുപോലെ മഹത്വമുള്ളതാണ്. അല്ലാഹു രാത്രി എടുത്തു പറഞ്ഞു എന്ന് മാത്രം.
അപ്പൊ ഈദുൽ അദ്ഹയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് ഇവിടെ അല്ലാഹുവിന്റെ പ്രതിപാദ്യം എന്നുള്ളതാണ് മുഫസ്സിരികൾ വ്യാഖ്യാനിക്കുന്നത്. അത് പ്രവാചകന്റെ വചനങ്ങൾ അതിന് ആധാരമായി ഉന്നയിക്കുന്നുണ്ട്. ഈ 10 രാത്രികൾ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കണം. അതിലൊരു ദിവസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഏതാനും ദിവസങ്ങൾ കടന്നു പോയിട്ടുണ്ട്, നമ്മൾ ആലോചിച്ചിട്ടില്ല. ഈ ദിവസങ്ങൾ പവിത്രമാണ്. അല്ലാഹു പ്രത്യേകം ആണയിട്ട് പറഞ്ഞ ദിവസങ്ങളാണ്. ഇതിൽ ഒരുപാട് പോരിശകളും പവിത്രതകളും ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരുപാട് കാരുണ്യങ്ങൾ വിശ്വാസികളെ കാത്തിരിക്കുന്നുണ്ട്. ഒരുപാട് മഗ്ഫിറത്തുകൾ വിശ്വാസികളെ കാത്തിരിക്കുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി ആരാണ് ഈ രാത്രി ഉറക്കം വിളച്ചത്? ആരാണ് അമലുകൾ കൂടുതലായി വർദ്ധിപ്പിച്ചത്? ആരാണ് തിന്മകൾ നിന്ന് ബോധപൂർവ്വം മാറുന്നത്? ഒന്നും ഉണ്ടായിട്ടില്ല. അല്ലാഹു നമുക്കിങ്ങനെ ഓഫറുകൾ വാഴ്ത്തുന്നുകൊണ്ടേയിരിക്കുന്നു. അല്ലാഹു മനുഷ്യനെ എങ്ങനെയെങ്കിലും മനുഷ്യന്റെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ട മനുഷ്യർ ചെയ്തു പോകുന്ന പാപങ്ങൾക്കെല്ലാം പാപമോചനം കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു കാരണങ്ങൾ കണ്ടുവെക്കുന്നത് പോലെയാണ് മനുഷ്യന്റെ മുമ്പിലേക്ക് അവസരങ്ങൾ തുറന്നു വെക്കുന്നത്. വലിയ വലിയ ഓഫറുകൾ പടച്ചവൻ വെക്കുന്നു, നമ്മൾ അറിഞ്ഞിട്ട് പോലും ഇല്ല. പക്ഷെ പോത്തീസിലെ ആഡീസിൽ നമ്മൾ കൃത്യമായി കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ലുലു മാളിലെ ഓഫറുകൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. രാത്രി ഉറക്കമില്ല, രാത്രി കാക്കാമാർക്ക് താത്താമാർക്ക് ഉറക്കമില്ല. കാരണം 50% കിഴിവിലാണ് ലുലു മാളിൽ സാധനം വെക്കുന്നത്. യൂസഫ് അലിയുടെ ഓഫറിന് വിലയുണ്ട്. അവിടെ ഉള്ള ഒരു മൂല്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ലാഭം നമുക്ക് വ്യക്തമാകുന്നുണ്ട്. പക്ഷെ റമദാൻ വന്നാലും ദുൽഹജ്ജ് വന്നാലും പവിത്രമായ ദിനങ്ങളും രാത്രങ്ങളും കടന്നു വന്നാലും നമുക്കൊന്നുമില്ല. അല്ലാഹുവിന്റെ ഓഫറിന് എന്ത് വില നമ്മൾ കൽപ്പിക്കുന്നു? നമ്മൾ വലിയ വിശ്വാസികളാണ്, വലിയ വിശ്വാസികളാണ്. നമ്മളെ വിശ്വാസി എന്ന് പറഞ്ഞു വരുമ്പോൾ ഞാൻ മാത്രമാണ് വിശ്വാസി. എല്ലാവരും ആ വിഷയത്തിൽ സ്വാർത്ഥനാണ്. യഥാർത്ഥ മുമ്പിൽ ഞാൻ എനിക്ക് വേണ്ടി മാത്രമാണ് സ്വർഗമെന്ന് മാത്രം പറഞ്ഞില്ല എന്നേ ഉള്ളൂ. എല്ലാവരും വലിയ മനുഷ്യന്മാരായിട്ട് ഇരിക്കുന്നത്. പക്ഷെ പടച്ചവന്റെ വിശ്വാസത്തിന്റെ അല്പമെങ്കിലുമുള്ള മനുഷ്യൻ, അല്പമെങ്കിലും അള്ളാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ, പരലോകത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, അള്ളാഹു മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനങ്ങൾ, അള്ളാഹു മുന്നോട്ട് വെക്കുന്ന അവസരങ്ങൾ കൃത്യമായി മുതലെടുക്കില്ലേ? ഇതൊന്നും മുതലെടുക്കൂല. ഈമാനും പറയും, ഇസ്ലാമും പറയും, മറ്റുള്ളവരെ ഉപദേശിക്കാനും മുമ്പ് നിൽക്കും. മറ്റുള്ളവന്റെ കാലിന് താഴെ വന്ന കണ്ണങ്കാലിന് താഴെ വസ്ത്രം നിൽക്കുന്നു എന്ന് ഉപദേശിക്കുമ്പോ അത് വലിയ താല്പര്യം കൊണ്ടല്ല, ഒരു ഗുണകാംക്ഷ കൊണ്ടല്ല, ഒരുത്തന്റെ കുറ്റം കണ്ടുപിടിക്കാൻ കഴിയുന്നതിന്റെ അവർ സാമർഥ്യം തെളിയിക്കലാണ്. അല്ലാതെ അവനത് ഒരു തെറ്റു സ്വഭാവം, അവനെന്ത് അശ്രദ്ധമായിട്ട് ഒരു തെറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഗുണകാംക്ഷയോടെ തിരുത്തു മനുഷ്യ അത് പാടില്ല എന്ന് പറയുന്ന ഗുണകാംക്ഷയൊന്നും അല്ല നമ്മുടെ ഉള്ളിലുള്ളത്. ഒരുത്തന്റെ തെറ്റ് കണ്ടുപിടിച്ചതിന്റെ ഒരു വ്യഗ്രതയും അത് അവന് ബോധിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഞാനെന്നൊരു ഭാവമുണ്ടല്ലോ, അതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ രഹസ്യമായ ആരായി കഴിഞ്ഞു പോയ ദിവസങ്ങൾ അല്ലാഹുവിന് വേണ്ടി വേറിട്ട നിലയിൽ എന്തെങ്കിലും അമലുകൾ ചെയ്തത്? ആരാണ് അതിന് വേണ്ടിയിട്ട് മാറുന്ന തിന്മകളിൽ നിന്ന്? ആരാ നാവിനെ ശ്രദ്ധിച്ചത്? ആരാ നാക്കിനെ കൈകൊണ്ട് പിടിച്ചത്? ആരുമില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ എന്നുള്ളത്. അപ്പൊ ഈ 10 ദിവസങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പ്രിയങ്കരമായതും അല്ലാഹുവിന്റെ അടുക്കൽ പരിശുദ്ധമായതുമായ അമലുകൾ നടക്കുന്ന ദിവസങ്ങൾ ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങളാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും പുണ്യകർമ്മങ്ങൾ, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പ്രിയങ്കരമായ കർമ്മങ്ങൾ, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായ കർമ്മങ്ങൾ ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങളിലെ കർമ്മമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സഹാബകൾ ചോദിച്ചു, ജിഹാദ് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു മനുഷ്യൻ അവന്റെ ജീവൻ സമർപ്പിക്കാൻ പോലും തയ്യാറായിക്കൊണ്ട് യുദ്ധഭൂമിയിലേക്ക് യോദ്ധാക്കളായി കടന്നു വരുന്ന മനുഷ്യന്റെ ത്യാഗത്തെക്കാളും മഹത്തരമാണോ നബിയെ ഈ ദുൽഹജ്ജിന്റെ 10 ദിവസം ചെയ്യുന്ന നന്മകൾക്ക് എന്ന് നബി പറഞ്ഞു. അതെ, ജിഹാദ് ഫീ സബീലില്ലാഹി, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നവരെക്കാൾ കൂലിയുണ്ടോ ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങളിൽ ചിട്ടയായ നിലയിൽ അമലുകൾ സമ്പാദിക്കുന്ന മനുഷ്യൻ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഖറജ ബിനഫ്സിഹി വമാലിഹി, ഒരു യോദ്ധാവ് ഒഴികെ അവൻ സ്വന്തം പൈസ മുടക്കി ആയുധങ്ങൾ ഉണ്ടാക്കി, സ്വന്തം വാഹനത്തിൽ സ്വന്തം ശരീരത്തോടുകൂടി സ്വയം ഇറങ്ങി പുറപ്പെട്ട അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ. പക്ഷെ മടങ്ങി വന്നില്ല അയാളും മടങ്ങി വന്നില്ല, അയാളുടെ സമ്പാദ്യങ്ങളും മടങ്ങി വന്നില്ല. ആ യുദ്ധഭൂമിയിൽ അയാളുടെ സമ്പാദ്യങ്ങളും ശരീരവും അല്ലാഹുവിനെ സമർപ്പിച്ച ഒരു രക്തസാക്ഷി ഒഴികെ ബാക്കിയുള്ള ഏതൊരു യോദ്ധാവിനെയും കവച്ചു വെക്കാവുന്ന വിധം മനോഹരമായ പുണ്യങ്ങളാണ് ഈ ദുൽഹജ്ജിന്റെ ആദ്യ 10 ദിവസങ്ങൾ വിശ്വാസം ചെയ്യുന്ന കർമ്മങ്ങൾ എന്ന ആദരവായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമേൽ പുണ്യകരമായ ദിവസങ്ങളാണ് നമ്മളിവിടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളതൊന്നും അറിഞ്ഞിട്ടില്ല, നമ്മൾ ഓർത്തിട്ടുമില്ല. അതിനുവേണ്ടി നമ്മളൊന്നും അധികം ഒരു തസ്ബീഹ് പോലും നമ്മൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രതിഫലാർഹമായ നിലയിൽ പുണ്യങ്ങൾ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ ഒരു വസന്തകാലമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അധികമായി ദിക്റുകൾ ചൊല്ലണം, തസ്ബീഹുകൾ ചൊല്ലണം, തക്ബീറുകൾ ചൊല്ലണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പോയിട്ടും നമ്മൾ കേട്ട പാപമില്ല, നമ്മളൊന്നും അധികമായി ചെയ്തിട്ടില്ല. അവിടെ നമ്മൾ നിൽക്കുന്നത് ഇതിനൊക്കെ പുറമെ നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്ന ദിവസങ്ങൾ എന്നതുകൂടി മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇരട്ടയും ഒറ്റയും അതേതാണ്?
അതുകൊണ്ട് അൽ വത്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് യൗമു അറഫ എന്നും ശഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമുൻ നഹർ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളുടെ വെളിച്ചത്തിൽ മുഹദ്ദിസുകൾ വിശദീകരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ഒറ്റയും ഇരട്ടയും കൊണ്ട് പ്രധാന ഉദ്ദേശം ഒരുപാട് ആശയങ്ങൾ, ഓരോ വാചകങ്ങളിലും ഒരുപാട് ആശയങ്ങൾ അല്ലാഹു ഉൾക്കൊള്ളുമ്പോഴും അതിൽ നിന്ന് നമുക്കെടുക്കാൻ കഴിയുന്ന കിട്ടുന്ന അറിവുകളുടെ വിശദീകരണങ്ങളാണ് മുഫസ്സിറുകൾ നൽകാറുള്ളത്. അതിൽ ഒരു വിശദീകരണം ഇങ്ങനെയാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒറ്റ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമു അറഫ ദുൽഹജ്ജ് 9 ദിവസമാണ്. ഇരട്ട കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹജ്ജ് 10 ബലിപെരുന്നാളിന്റെ ദിവസമാണ് എന്നും മുഹദ്ദിസുകൾ വിശദീകരിക്കുന്നു. ഇത് രണ്ടും ഈ ദുൽഹജ്ജ് 10 ദിവസങ്ങളിൽ അതിപോലിശയാക്കപ്പെട്ട ദിവസങ്ങളാണ്. ഏറ്റവും ശ്രേഷ്ഠമായി ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള 2 ദിവസങ്ങൾ, ഒന്ന് ബലിപെരുന്നാൾ ദിനവും 2 അറഫാ ദിനവുമാണ്. നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്നത് അറഫാ ദിനമാണ്. നമ്മൾ അറഫയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും വലിയൊരു അവസരമാണ് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വലിയ അവസരങ്ങളുടെ വലിയ വാതിലുകൾ അല്ലാഹു തുറന്നിട്ടിരിക്കുകയാണ് വിശ്വാസികളുടെ മുമ്പിൽ. എത്ര പാപം ചെയ്ത മനുഷ്യന് വേണ്ടിയിട്ടും പശ്ചാത്താപത്തിന്റെ കവാടം തുറന്നു വെച്ച് കാത്തിരിക്കുന്ന അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ മുമ്പിലേക്ക് പുറങ്കാല കൊണ്ട് തുടിച്ചു കടന്നു പോകുന്ന നന്ദി കെട്ടവരായി മനുഷ്യർ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ വിരോധാഭാസം എന്നുള്ളത്. ഒരു സഹാബിയുടെ ദുആ ഇങ്ങനെയായിരുന്നു, അല്ലാഹുമ്മ ജഅൽനി മിനൽ ഖലീൽ, അല്ലാഹുമ്മ ജഅൽനി മിനൽ ഖലീൽ എന്ന്. അല്ലാഹുവേ, എന്നെ ന്യൂനപക്ഷത്തിൽ പെടുത്തണേ അല്ലാഹുവേ, എന്നെ ചെറിയ സംഘത്തിൽ പെടുത്തണേ അല്ലാഹുവേ എന്ന്. ഇത് കേട്ടുവന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇതേത് ദുആയാണ്, ഇതേത് പ്രാർത്ഥനയാണ്, ഇത് എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചത്, ഇത് എവിടെ നിന്ന് കിട്ടിയ പ്രാർത്ഥനയാണ്? നമ്മൾ എപ്പോഴും ഭൂരിപക്ഷത്തോടൊപ്പം ശക്തരായി നിൽക്കേണ്ടവരല്ലേ? അതാണ് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ ലോജിക്ക് എന്നുള്ളത്. ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ചോദ്യം ഇതാണ്, ഈ പ്രാർത്ഥന നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ദുആ ചെയ്യുന്നു എന്ന്. ഖുർആനിൽ ഇങ്ങനെ ഒരു ദുആ അദ്ദേഹം കണ്ടിട്ടില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, വഖൈറുൻ മിൻ ഇബാദിയ ശകൂർ, എന്റെ അടിമകളിൽ നന്ദിയുള്ളവർ നന്നേ കുറവാണെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. എന്റെ അടിമകളിൽ നന്ദിയുള്ളവർ നന്നേ കുറവാണ് എന്ന് അല്ലാഹു പറഞ്ഞ വാചകമുണ്ടല്ലോ. ആ കുറഞ്ഞ സംഘത്തിൽ എന്നെ ഉൾപ്പെടുത്തണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് ആ സഹാബി പറയുമ്പോ ഉമർ പറഞ്ഞ മറുപടി, കുല്ലു നാസി അഅലമു മിൻ ഉമർ. ഉമർ എന്താ വിചാരിച്ചത്? ഉമർ വലിയ അറിവുള്ള ആളാണോ? ജനങ്ങൾക്ക് ഉമറിനേക്കാൾ എത്ര മികവുറ്റ അറിവുള്ളവരാണ്, എത്ര ഉൾക്കാഴ്ചയുള്ളവരാണ്, എത്ര ചിന്തിക്കുന്നവരാണ് ഈ സമൂഹമെന്ന് അഭിമാനത്തോടെ തന്റെ സമകാലീനരായ സമൂഹത്തെ കുറിച്ച് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നുണ്ട്. അവർക്ക് അത്ര ആഴത്തിൽ ചിന്തിക്കാൻ നന്ദി കെട്ടവരായി മനുഷ്യർ നിൽക്കുന്നുണ്ടെന്നാണ്. നമ്മുടെ മുമ്പിൽ അവസരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി തുറന്നിടുമ്പോഴും അതിലേക്ക് തിരിഞ്ഞു പോലും നോക്കാൻ തയ്യാറാകാതെ തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്ന നാൾ വരെയും നമ്മൾ ജീവിതത്തിന്റെ പളപളപ്പുകൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അറഫയും നമ്മുടെ മുമ്പിലേക്ക് വന്നു. ഇതും ഒരു അവസരമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അറഫാ ദിനവും അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞുവല്ലോ, അല്ലാഹു ഏറ്റവും കൂടുതൽ മനുഷ്യരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ് അറഫ. ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് നരകമോചനം അല്ലാഹു നൽകുന്ന ദിവസമാണ് അറഫ എന്നുള്ളത്. ആ അറഫയിൽ സംഗമിക്കുന്ന മഹാസംഗമത്തിന്റെ ഭാഗമായ വിശ്വാസികളെ കൊണ്ട് അല്ലാഹു മലക്കുകളുടെ മുമ്പിൽ അഭിമാനം കൊള്ളുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മനുഷ്യരുണ്ടല്ലോ, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൈകൾ നീട്ടി നിൽക്കുന്ന നിമിഷങ്ങള്, അതിന്റെ അപൂർവമായ ഒരു കാഴ്ചയുണ്ട് അറഫയിൽ. അതിനൊക്കെ പുറമെ ആ ദിനത്തെ ആദരിച്ചുകൊണ്ട് ലോകത്തുള്ള എല്ലാ വിശ്വാസികളും ഈ ദിവസം അപൂർവമായ ദിവസമാണ്, അള്ളാഹുവിന്റെ വിശിഷ്ടമായ ദിവസമാണ് എന്ന ചിന്തയോടുകൂടി, ആ തിരിച്ചറിവോടുകൂടി മനുഷ്യൻ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കർമ്മങ്ങളുമായി നിൽക്കുന്ന നിമിഷങ്ങളെ അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ള വെച്ച് അവസരം ഉപയോഗപ്പെടുത്തുമ്പോഴേ സന്തോഷമുള്ളത്. അള്ളാഹുവിനും അതിൽ തൃപ്തി ഉണ്ടാകും. ഒരു അവസരം മുമ്പിലേക്ക് വെക്കുമ്പോൾ അത് സ്വീകരിക്കണം. അത് നന്ദിയാണ്. ഒരു വീടിന്റെ വാതിൽ വന്ന് മുട്ടിയിട്ട്, നമ്മളൊരു വാതിൽ ചെന്ന് മുട്ടിയിട്ട്, എന്റെ വീട്ടിലെ അക്കിക്ക് ഇറച്ചിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ എന്റെ വീട്ടിൽ ഇന്ന് എന്റെ ആഹാരം ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയത്, ഒരു പാത്രം നിങ്ങൾക്ക് ഇരിക്കട്ടെ എന്ന് വെച്ച് നീട്ടുമ്പോ എനിക്കെന്താ ആവശ്യമില്ല, വേണ്ട പൊക്കോളൂ എന്ന് വാതിൽ മുമ്പിൽ അടച്ചാൽ അത് വലിയ വിഷമമല്ലേ ഉണ്ടാക്കുള്ളൂ. വെച്ച് നീട്ടുന്ന അനുഗ്രഹങ്ങളെ കൈനീട്ടിമാക്കുക എന്നുള്ളത് മാന്യതയാണ്. ഇത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നോട് നീ ആരോടും ചോദിച്ചില്ല, പക്ഷെ നിന്റെ മുമ്പിലേക്കുള്ള വെച്ച് നീട്ടിയാൽ അത് സ്വീകരിക്കുക. നിനക്ക് വേണ്ടെങ്കിലും നീ സ്വീകരിക്കണം, നിനക്ക് വേണ്ടെങ്കിലും. കാരണം തന്നവന്റെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല എന്ന് ആദരവായ റസൂൽ. മനുഷ്യർക്കിടയിലെ ഇടപാടുകളിൽ പോലും മറ്റൊരാൾ വെച്ച് നീട്ടുന്നത് നന്ദിയോടെ സ്വീകരിക്കണം. വേണമെങ്കിൽ നീ കഴിക്കുക, ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് രഹസ്യമായി കൊടുക്കുക എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ലോകത്തിന്റെ നായകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറയുമ്പോൾ അള്ള വെച്ച് നീട്ടിയതിന്റെ മുമ്പിൽ പുച്ഛം, നമുക്ക് അള്ളാഹു വെച്ച് നീട്ടുന്ന അവസരങ്ങൾക്ക് മുമ്പിൽ നമുക്ക് പുച്ഛമായി പോയി. അത് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. എത്ര നന്ദി കെട്ടി അതെ, വളരെ നന്ദി കെട്ടവൻ തന്നെയാണ് മനുഷ്യൻ. ആവർത്തി പറയുന്നുണ്ട്. അത്രയും അതപ്പതിക്കാൻ പാടില്ല മനുഷ്യർ. നമ്മൾ വലിയ വായിൽ വിശ്വാസം പറയുന്നവരും അവകാശങ്ങൾ ഉന്നയിക്കുന്നവരുമാണ്. അച്ചടക്കമുള്ള അനുസരണയുള്ള ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകേണ്ടത് ഓരോ നല്ല ദിനങ്ങളും നല്ല മുഹൂർത്തങ്ങളും നല്ല അവസരങ്ങളും അല്ലാഹു മുന്നിലേക്ക് വെക്കുമ്പോൾ ആർത്തിയോടെ
ആർത്തിയോടുകൂടി അതിലേക്ക് അടുത്തു വരുന്ന ഒരു സ്വഭാവം ഉണ്ടാകണം. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് അതൊക്കെ. അതാണ് വിശ്വാസി ചിരിക്കാൻ പറയുമ്പോൾ ഇരിക്കുകയും, നിൽക്കാൻ പറയുമ്പോൾ നിൽക്കുകയും, നമസ്കരിക്കാൻ പറയുമ്പോൾ നമസ്കരിക്കുകയും ചെയ്യുന്ന വിശ്വാസികളെയാണ് അള്ളാഹു നോക്കുന്നത് ഇവിടെ. അത് ഇത്ആത്ത് എന്നുള്ളത്, അനുസരണ എന്നുള്ളത്. അല്ല നിങ്ങളിവിടെ കുനിഞ്ഞു വീണത് കൊണ്ട് ഈ മണ്ണിൽ നിന്ന് സുന്നത്തിൽ എത്ര ദീർഘകാലം കടന്നാലും അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് ദറജയിൽ അല്പം പോലും ഉയരാൻ പോകുന്നില്ല. അള്ളാഹുവിന് അതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങളുടെ അനുസരണ, നിങ്ങളുടെ ഇത്ആത്ത്, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുന്നു എന്ന് ജീവിതത്തിൽ തെളിയിച്ചുകൊണ്ടേയിരിക്കുന്ന ആ പ്രവൃത്തി അള്ളാഹുവിന് പ്രിയപ്പെട്ടതാണ്. ഭൂമിയിൽ ഏറ്റവും അള്ളാഹുവിന് പ്രിയങ്കരമായ പ്രവൃത്തി നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്തതാണെന്ന് പറഞ്ഞ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ കൊണ്ട് കഴിയണം. അത് മാത്രമല്ല, ഈ അറഫയുമായി ബന്ധപ്പെട്ട് അതിന് ഒരുപാട് മഹത്വങ്ങൾ വിശദീകരിക്കുന്ന ഹദീസുകളൊക്കെ നിൽക്കുമ്പോഴും അത് ഏറ്റവും മർമ്മപ്രധാനമായി നമുക്ക് ഈ ലോകത്തിന്റെ മുമ്പിൽ വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട മെസ്സേജ് ഉണ്ട്. വർഷാവർഷം ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നുള്ള വിശ്വാസികൾ ഒന്നടങ്കം ഹജ്ജിന് വേണ്ടി കടന്നു ചെന്നിട്ട്, ഹജ്ജ് നമുക്കറിയാം ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമത്തേതും മാതൃ അമലുകളിൽ അഞ്ചാമതായി എണ്ണപ്പെടുകയും ചെയ്യുന്ന അമലാണ്. ആ അമലിന് വേണ്ടിയിട്ട് ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് വിശ്വാസികൾ കടന്നുപോയി. ഇന്ന് അതിന്റെ അമലുകൾ വ്യാപൃതരാണ്. ഒരുപാട് അമലുകൾ അതിന്റെ ഭാഗമായിട്ടുണ്ട്. ചരിത്രപരമായ ഒരുപാട് സ്മരണകളായി ഉറക്കുന്ന ഒട്ടനവധി അമലുകളുടെ ഒരു സങ്കേതമാണ്, ഒരു സമ്മേളനമാണ് ഹജ്ജ് എന്ന കർമ്മം എന്നുള്ളത്. അങ്ങനെയായിരിക്കുമ്പോഴും ഹജ്ജിന്റെ കാതൽ എന്ന് പറയുമ്പോൾ, ഏറ്റവും മർമ്മഭാഗം എന്ന് പറയുമ്പോൾ അൽ ഹജ്ജു അൽ അറഫ എന്ന് പറഞ്ഞ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അറഫയിലെ സംഗമമാണ്. അറഫയിൽ നിൽക്കുന്ന മഹാസംഗമം ഉണ്ടല്ലോ, ലോകത്ത് അത്ഭുതകരമായ പ്രവൃത്തിയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ഇന്നും വേണ്ട. എത്ര ലോകത്ത് മനുഷ്യർ പുരോഗമിച്ചാലും, എത്രയൊക്കെ വളർച്ചകളും വികാസങ്ങളും ലോകത്ത് നേടിയെടുത്താലും, അറഫയിലെ സംഗമം ലോകത്തിന്റെ മുമ്പിൽ എന്നും വിലപ്പെട്ട ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ടേയിരിക്കും. അതിന്റെ പേര് മാനവികത എന്നായിരിക്കും. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒന്നാണ് എന്ന് ലോകത്ത് ആവർത്തി ആവർത്തി പ്രഖ്യാപിക്കുന്ന ഒരു സിസ്റ്റം ഇസ്ലാമിനകത്തുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് തിരിച്ചറിഞ്ഞവർ ഒരുപാടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ അകത്തേക്ക് ഒരുപാട് പേർ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഇന്ത്യയുടെ പ്രഥമ വനിതാ ഗവർണറും ഇന്ത്യയുടെ വാനമ്പാടിയുമായ സരോജിനി നായിഡു പറഞ്ഞൊരു വാചകമുണ്ട്: ലോകത്തെ ഏറ്റവും അത്ഭുതകരമായ പ്രവൃത്തി, മുസ്ലിമീങ്ങൾക്കിടയിൽ നടക്കുന്ന പ്രവൃത്തി എന്നുള്ളത് 5 നേരത്തെ നമസ്കാരവും ആണ്ടിൽ ഒരിക്കൽ അവർ ചെയ്യുന്ന ഹജ്ജ് കർമ്മവുമാണ്. അന്ന് വിശ്വാസികൾക്കിടയിലെ ഐക്യത്തിന്റെ, സാഹോദര്യത്തിന്റെ മൂർധന്യതയാണ് വിശ്വാസികൾക്കിടയിൽ പൂത്തുലയുന്നത് എന്ന് ഇന്ത്യയുടെ ഗവർണറായിരുന്ന, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ടിരുന്ന സരോജിനി നായിഡു പറയുന്നുണ്ട്. ആലോചിച്ച് നോക്കണം, നമ്മൾ 5 നേരം നമസ്കരിക്കുമ്പോൾ എന്ത് വേർതിരിവാണ് നമുക്കിടയിലുള്ളത്? എല്ലാവരും വരുന്നുണ്ട്. ഇവിടെ ഈ അങ്ങാടിയിൽ കടയുടെ ഷോപ്പിന്റെ ഉടമയും വരുന്നുണ്ട്, ആ കടയിലെ സ്റ്റാഫുകളും വരുന്നുണ്ട്, തോളോട് തോളരും ഈ പള്ളിക്കകത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ കറുത്തവനുണ്ട്, വെളുത്തവനുണ്ട്, മീൻ കച്ചവടക്കാരനുണ്ട്, ഇവിടുത്തെ ഓഫീസുകൾ നടത്തുന്നവരുണ്ട്, ഷെയർ മാർക്കറ്റിംഗ് ബിസിനസ്സുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എല്ലാത്തരം ആൾക്കാരും വരുന്നുണ്ട്. തോളോട് തോളരും വിശ്വാസികൾ നിന്നുകൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുമ്പോ ആർക്കാ ഇവിടെ വിവേചനമുള്ളത്? ഒരു വിവേചനവുമില്ല. ഒരു വിവേചനവും വിശ്വാസികൾക്കിടയില്ല. അതിന്റെ മണ്ണ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഒരു സമൂഹത്തെ ഒന്നടങ്കം ജാതീയതയുടെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ പടിയടച്ച് പുറത്തു നിർത്തുകയും എന്നിട്ട് തോട്ടത്തിന്റെ ഓരത്ത് ഏതെങ്കിലും കുഴികുത്തിയിട്ട് കുമ്പളിൽ ഭക്ഷണം കൊടുത്തിട്ട് പഴങ്കഞ്ഞി കുഴികുത്തി കൊടുത്തിട്ട് അത് ഇന്ന് ഓർത്തെടുക്കുന്ന ജാതീയതയുടെ ഒരു വികാരമുണ്ടല്ലോ ഒരു സമൂഹത്തിന്. മനുഷ്യനെ എന്റെ വീട്ടിനകത്ത് പാത്രത്തിൽ കഴിക്കാൻ അർഹതയില്ല. എന്റെ വീടിന്റെ ഉമ്മനം കടന്നു വരാൻ അർഹതയില്ലാത്ത മനുഷ്യർ. അതുകൊണ്ട് അവന്റെ ആഹാരം, എന്റെ തൊഴുത്തിൽ പണിയെടുക്കാൻ വന്നവൻ, എന്റെ തോട്ടത്തിൽ പണിയെടുക്കാൻ വന്നവൻ, ആ പണിക്കാരന്റെ ഭക്ഷണം തറയിൽ കുഴികുത്തിയിട്ട് അതിനകത്ത് വിലയിട്ടിട്ട് അവിടെ ഒഴിച്ചു കൊടുക്കാമെന്ന് കണക്കാക്കുന്ന മനുഷ്യന്റെ സംസ്കാരങ്ങൾ ഇന്നും അവശേഷിക്കുന്ന ലോകത്താണ് ഇസ്ലാം 5 നേര നമസ്കാരത്തിൽ ഈ ഐക്യം ഉയർത്തിപ്പിടിക്കുന്നത്. ആലോചിച്ച് നോക്കുന്നു, ദേശീയതയാണെന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം. ഞാനും എന്റെ രാജ്യവും എന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും വലിയ മുദ്രാവാക്യം. രാജ്യസ്നേഹമാണ് എല്ലാ രാജ്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദേശങ്ങൾക്ക് അതീതമായി കൊണ്ടും മനുഷ്യത്വമാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ മൂല്യമെന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ ഇസ്ലാം. എല്ലാ രാജ്യത്തും ആൾക്കാർ വരില്ലേ? ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നുള്ള വിശ്വാസികളാണ് അവിടെ വരുന്നത്. അവിടെ കറുത്തവനുണ്ട്, സൊമാലിയക്കാരനുണ്ട്, നൈജീരിയക്കാരനുണ്ട്, വെസ്റ്റ് ഇൻഡീസുകാരനുണ്ട്, അമേരിക്കനുണ്ട്, ആഫ്രിക്കനുണ്ട്, റഷ്യനുണ്ട്, ചൈനക്കാരനുണ്ട്, ഇന്ത്യക്കാരനുണ്ട്, പാകിസ്ഥാൻകാരനുണ്ട്. എല്ലാവരും വന്ന് ഇവിടെ നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഒരു വികാരമുണ്ടെന്നത് ഞങ്ങൾ മനുഷ്യരാണ് എന്ന് ഒരു മഹാസംഗമ ഗാനം അവിടെ ആലപിക്കപ്പെടുകയാണ്. ഓരോ വിശ്വാസികളും ഒരുമിച്ച് കൂടുമ്പോൾ ആ മഹത്തായ അറഫ സംഗമത്തിലെ എല്ലാവർക്കും ഒരേ വേഷഭൂഷാദികൾ അവർ തോളോട് തോളണമെന്നുകൊണ്ട് ഒരേ മന്ത്രോച്ചാരണങ്ങളുമായി തൽബീയത്തിന്റെയും തക്ബീറിന്റെയും മന്ത്രങ്ങളുമായി നിൽക്കുന്ന വിശ്വാസികൾക്കിടയിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അവിടെ രാജാവും പ്രജയും ഒന്നാണ്, കറുത്തവനും വെളുത്തവനും ഒന്നാണ്. ഭാഷ ഒരു തടസ്സമല്ല. അത് വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന മെസ്സേജ് അതാണല്ലോ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫി അൽസിനതികും വഅൽവാനികും. നിങ്ങളുടെ ഇടയിലുള്ള ഈ വർണ്ണങ്ങളുടെ വ്യത്യാസം എന്നുള്ളത്, വർണ്ണങ്ങളിൽ അല്ലാഹു വ്യത്യാസം നൽകിയിട്ടില്ല മനുഷ്യന്.
നിറവ്യത്യാസമുണ്ട് മനുഷ്യന്, ഭാഷയിൽ വ്യത്യാസമുണ്ട് മനുഷ്യന്. ഇതൊന്നും ഒരാൾക്ക് ഒരാളുടെ മേൽ മഹത്വം നടിക്കാനുള്ള മാനദണ്ഡമല്ല. മറിച്ച് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് വൈവിധ്യം എന്നുള്ളത്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ്. അത് ആയാത്തുകളാണ്. ചിന്തിക്കുന്നവർക്ക് ഗുണപാഠമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ ആയത്തുകളാണ് സത്യത്തിൽ വർണ്ണ വൈവിധ്യങ്ങൾ, ഭാഷയുടെ വൈവിധ്യങ്ങൾ, ദേശാന്തരങ്ങൾ, അതിൽ ഗോത്രങ്ങൾ, കുടുംബങ്ങൾ എന്നുള്ളതൊക്കെ അള്ളാഹുവിന്റെ വൈവിധ്യങ്ങളാണ്, സൃഷ്ടിപ്പിലെ വൈവിധ്യങ്ങൾ. അതിലെല്ലാം ദൃഷ്ടാന്തമുണ്ട് ചിന്തിക്കുന്ന മനുഷ്യർക്ക്. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു അച്ഛന്റെയും അമ്മയുടെയും മക്കളായിട്ടാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ഹുജറാത്ത്, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഉബൻ വ ഖബായില ലിതആറഫു. മനുഷ്യരെ നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും മക്കളായി പിറന്നു വീണിരിക്കുന്നു. പിന്നെ നിങ്ങൾക്കിടയിൽ ഇങ്ങനെ ഗോത്രങ്ങളായത്, കുടുംബങ്ങളായത്, വ്യത്യസ്തങ്ങളായ സമൂഹങ്ങളായി, വർഗങ്ങളായി നിങ്ങൾ തരംതിരിച്ചത് ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. രണ്ട് കൈ കൊണ്ട് പൊത്തിയാൽ തീരുന്നതാണ് മനുഷ്യന്റെ മുഖം എന്നുള്ളത്. എന്നാലും 700 കോടി ജനങ്ങൾ ജീവിക്കുമ്പോഴും ഒരു മുഖവും മറ്റൊരു മുഖം പോലെയല്ല എന്നുള്ളതാണ് അല്ലാഹുവിന്റെ വൈവിധ്യം. എന്തിനാണത്? എല്ലാവരും ഒരുപോലെ ഇരുന്നാൽ എങ്ങനെ മക്കളെ തിരിച്ചറിയും? എങ്ങനെ ഭർത്താവിനെ തിരിച്ചറിയും? എങ്ങനെ ഭാര്യയെ തിരിച്ചറിയും? രണ്ട് കൈക്കുമ്പോൾ കൊണ്ട് പൊതിഞ്ഞാൽ തീരാവുന്ന ഈ മുഖത്തിനകത്ത് ഇത്രയേറെ വൈവിധ്യങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ അതിന്റെ വൈവിധ്യം കൊള്ളാനല്ലേ. അല്ലെങ്കിൽ മനുഷ്യൻ നിറത്തിന്റെ പേരിൽ അപമാനിക്കാൻ എന്താണ് ഭാഷ ഉള്ളത്? എന്റെ നെയ്ത്തുലി കറുത്തുപോയത് എന്റെ തെറ്റാണ്, അല്ലെങ്കിൽ എന്റെ പിഴവാണ്, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത് ആരെങ്കിലും വെളുത്തിരിക്കുന്നത് നിങ്ങളുടെ മിടുക്കുകൊണ്ടാണ്. അവനവന്റെ മിടുക്കിലെ അപമാനിക്കാൻ വകയുള്ളൂ. ഒരാൾ വൈകല്യത്തോടെ ലോകത്ത് പിറന്നു വീണിട്ടുണ്ടെങ്കിൽ അവരെടുത്തതല്ല വൈകല്യം, അള്ളാഹു കൊടുത്തതാണ്. അള്ളാഹുവിന്റെ തീരുമാനങ്ങളെയാണ് നമ്മൾ നിയമിക്കുന്നത്. ഒരു വ്യാഖ്യ കൊടുത്ത നിറത്തിന്റെ പേരിൽ ഒരാൾ പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവൻ പാർശ്വവൽക്കരിച്ച് മാറ്റി നിർത്തിയത് പടച്ചവനെയാണ്. മനുഷ്യ ചിന്തിക്ക് ഗൗരവത്തോടെ ചിന്തിക്കണം. വലിയ ഗൗരവമുള്ള മെസ്സേജാണ് അള്ളാഹു ഇസ്ലാം ലോകത്തിന് മുമ്പിൽ വെക്കുന്നത്. ആലോചിച്ചു നോക്കില്ല, ഇവിടെ ഒരു ആർ.പി. രാമകൃഷ്ണൻ ഭരതനാട്യ കലാകാരനിലേക്ക് കടന്നു വരുമ്പോ ആ മത്സരാർത്ഥിയെ മാറ്റി നിർത്തണമെന്ന് അയാൾ എന്ത് വികൃതമാണ് കാണിക്കുന്നത്. കാക്കയെ പോലെ കറുത്ത ആ വികൃത പോലെയുള്ള നല്ല ഭരതനാട്യമാണുള്ളത്. വെളുത്തു തൊടുത്ത സുന്ദരികളും സുന്ദരന്മാരുമാകട്ടെ എന്ന് പറയാൻ ഒരു സത്യഭാമ, അതുപോലെ ഒരുപാട് സത്യഭാമകൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. ഇന്നും ആ ജാതീയതയുടെ വർണ്ണഭരികൾ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർക്ക് നടുവിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അമേരിക്കയിലെ ജോർജ് ഫ്ലോയിഡിനെ $20,000 വരുന്ന തുക കള്ളപ്പണം കൈകാര്യം ചെയ്തു എന്നതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, വെള്ളക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥൻ, ബ്ലാക്സിനോടുള്ള ഒരു വെറുപ്പുണ്ടല്ലോ, ഇന്നും നിലനിൽക്കുന്ന സംഗതിയാണ്. അതങ്ങനെ തുടച്ച മാറുന്ന സംഗതിയൊന്നുമില്ല. ആ വെള്ളക്കാരന്റെ മുട്ടുകാല് കൊണ്ട് ചവിട്ടി അമർത്തിയിട്ട് ആ മനുഷ്യനോട് എന്നോട് ഉറക്കപ്പറഞ്ഞ ഭാഷ കൊണ്ട് മരിക്കാൻ സമയത്തും അയാൾക്കൊന്ന് എനിക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് ഒരു കറുത്ത വരക്കാരൻ നിലവിളിച്ച് പറയുമ്പോഴും അല്പം പോലും മനസ്സറിയാതെ മുട്ടുകാലം കൊണ്ട് കഴുത്ത് ചവിട്ടി അമർത്തി ഒരു മനുഷ്യനെ കൊന്നു കളഞ്ഞത് വർണ്ണപതിയുടെ പേരിലാണെങ്കിൽ ആ വർണ്ണപതിക്കെതിരെയുള്ള ഇസ്ലാമിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യമാണ്, ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് വർഷാവർഷം ദുൽഹജ്ജ് 9 അറഫയിൽ ലോകത്തിൽ പ്രഖ്യാപിക്കുന്നത്. നിങ്ങളുടെ അല്ലാഹു ഒന്നാണ്, നിങ്ങളുടെ പിതാവ് ഒന്നാണ്, മനുഷ്യരെ നിങ്ങളെല്ലാം ഒരു ആദമിന്റെ മക്കളാണ്. കുല്ലുക്കും മിൻ ആദം വആദം മിൻ തുറാബ്. എല്ലാവരും ഒരു മനുഷ്യരുടെ ഒരു കുടുംബത്തിന്റെ അംഗമാണ്. ഖൽഖുകുലുഹും യാ അല്ലാഹ് എന്ന മഹത്തായ തത്വം പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ മനുഷ്യരും എല്ലാ സൃഷ്ടികളും അല്ലാഹുവിന്റെ കുടുംബമാണ്. ലോകത്ത് മനുഷ്യന്റെ മുമ്പിൽ വെക്കപ്പെട്ട ഏറ്റവും ആശാവഹമായ ഒരു വാചകം കൂടിയാണിത്. എന്തിനാ നമ്മൾ സങ്കടപ്പെടുന്നത്? എന്തിനാ ഞാൻ കുറഞ്ഞു പോയെന്ന് എനിക്ക് തോന്നുന്നത്? എന്നെ എന്തുകൊണ്ടാണ് സൗദി അറേബ്യയിൽ ഫഹദ് രാജാവിന്റെ അല്ലെങ്കിൽ ആ പരമ്പരയിലുള്ള രാജകുടുംബത്തിൽ മനോഹരമായ ഒരു അധികാരത്തിന് കീഴിൽ ഒരു രാജകുമാരനായിട്ട് അള്ളാഹു സൃഷ്ടിച്ചില്ല? എന്തിന് ഈ കേരളത്തിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ഒരു മക്കി ഇവിടെ എന്തിന് ഈ മലയാളികൾക്കിടയിൽ എന്നെ പടച്ചു വിട്ടു എന്ന് ആരും സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഇതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ തീരുമാനങ്ങളാണ്. അള്ളാഹു നമുക്ക് നൽകിയ റോളുകൾ നന്നായി നിർവഹിച്ചിട്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മരണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് രാജാവിനും പ്രജയ്ക്കും ഉള്ളത്. ഓരോ മനുഷ്യനും അവരെ കൊടുത്തിട്ടുള്ള ജീവിത സാഹചര്യങ്ങളുടെ പരിമിതിയിൽ നിന്നുകൊണ്ടല്ലാതെ അവരോട് ചോദ്യം ഉണ്ടാവില്ല. നമ്മളിവിടെ വന്നത് ഇവിടെ ഒരു സാമൂഹിക ക്രമത്തിനകത്തൊരു സന്തുലിതത്വം നിലനിൽക്കാവുന്ന വിധത്തിലാണ് ഈ ആവാസ വ്യവസ്ഥയെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. ആ ക്രമീകരണത്തിന്റെ ഭാഗമായി ചിലർ രാജകുടുംബത്തിൽ ജനിച്ചു, ചിലർ എന്ത് ചെയ്യുക തോട്ടിയുടെ കുടുംബത്തിലും ജനിച്ചു, ചിലർ എന്ത് ചെയ്യുക യാചകരുടെ വീട്ടിലും ജനിച്ചു. അതൊന്നും അങ്ങനെ ജനിച്ചു പോയത് കൊണ്ട് ഒരാളുടെയും കുറവല്ല. അത് നമ്മൾ അങ്ങനെ ചിന്തിക്കാനും പാടില്ല. നമുക്കിടയിൽ അങ്ങനെയൊക്കെയുള്ള ഇത് ചിന്തകൾ പലപ്പോഴും കടന്നുപോയിട്ടുണ്ട്. നമ്മളൊക്കെ ഇത് ഐക്യവും സാഹോദര്യമൊക്കെ പറയുമ്പോഴും നമുക്കിടയിൽ വ്യക്തമായ നിലയിലുള്ള ഒരു വിരോധം, ഒരു വംശീയ ബലി നമുക്കിടയിലും ഒരു മൃഗം കിടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കേണ്ട വിഷയമാണ്. നമുക്കിടയിൽ സംസ്ഥാനത്തിൽ ഏതാണ്ട് ബംഗാളി എന്നൊരു പറയും.
അല്ലെ, ബംഗാളിൽ പശ്ചിമ ബംഗാളിൽ നിന്ന് വന്നവനെ കുറിച്ച് ബംഗാളി എന്നും കേരളക്കാരനെ മലയാളി എന്നും പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അതങ്ങനെ പറയാം. തമിഴ് എന്ന് പറയാം, പാണ്ഡി എന്ന് പറയുന്നത്, അണ്ണാച്ചി എന്നൊക്കെ പറയുന്നത് പക്ഷെ ആ പ്രയോഗത്തിലൊക്കെ ഉള്ളത് ഒരു നിന്ദ്യതയാണ് സത്യത്തിൽ. അന്യ സംസ്ഥാനത്തൊരാളി അവൻ തമിഴില്ല സംസാരിക്കുന്നെങ്കിൽ പിന്നെ ആ പറയുന്നൊരു പ്രയോഗമുണ്ട് ബംഗാളിയാ. എന്താ ബംഗാളി എന്ന് പറയുമ്പോൾ ഈ ബംഗാളിലാണ് ഏത് സംസ്ഥാനക്കാരാണ്, രാജസ്ഥാൻ ആവട്ടെ ജാർഖണ്ഡ് ആവട്ടെ എവിടെ നിന്ന് വന്നാലും മലയാളിക്ക് അവൻ ബംഗാളിയാ. നിങ്ങൾ അങ്ങനെ പറയുന്നതിലല്ല, പക്ഷെ ആ പറയുന്ന സ്വരത്തിനും ആ പ്രയോഗത്തിനും പോലും ഒരു നിന്ദ്യതയുണ്ട്. ഒരു മലയാളി എന്ന് പറയുന്ന ഒരു മഹാനെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ഈ കേരള ദേശത്തിൽ ജനിച്ചവനാണ് ലോകത്ത് ഏറ്റവും വലിയ മഹാനെന്ന്. കേരളത്തിൽ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് എവിടെയാണ്? എന്റെ ആ പഞ്ചായത്തിലാണ്. നിങ്ങളുടെ പഞ്ചായത്തിലാണ്. എന്റെ വാർഡാണ്, എന്റെ വാർഡിലാണ്, എന്റെ വീട്ടിൽ ഞാൻ ലാസ്റ്റ് അവിടെ നിൽക്കുന്ന നമ്മള്. ഏറ്റവും മഹാനായ മനുഷ്യൻ ഞാൻ. അതുകൊണ്ട് എന്റെ വാർഡാണ് ഏറ്റവും വലിയ വാർഡ്, ഏറ്റവും എന്റെ പഞ്ചായത്താണ് ഏറ്റവും മഹത്തായ പഞ്ചായത്ത്, എന്റെ രാജ്യമാണ് ഏറ്റവും വലിയ മഹത്തായ രാജ്യം. അതുകൊണ്ട് എന്റെ പാർട്ടിപ്പെടാത്തവരോട് വെറുപ്പുണ്ട്, ചെറുത് രാജ്യത്തിൽ പെടാത്തവരോട് എനിക്ക് വെറുപ്പുണ്ട്. എന്റെ സംസ്ഥാനം കേരളമാണ്, അതുകൊണ്ട് കേരളക്കാരുടെ മഹത്വമുള്ളവരാണ്. അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ പുച്ഛ സംസാരം ഒരു നിങ്ങല. അവനും പച്ച മനുഷ്യനാണ്, നമ്മളെ പോലെ പിറന്നു വീണ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഒരു മനുഷ്യന് അങ്ങനെ നിന്ദ്യതയുടെ വാക്കൊരു പ്രയോഗം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. കോമൺ സമൂഹം അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ആയിക്കോട്ടെ, ജനങ്ങൾക്ക് എങ്ങനെയും സഞ്ചരിക്കാം. പക്ഷെ വിശ്വാസിയുടെ റൂട്ട് മാപ്പ് നിശ്ചയിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്, അല്ലാഹുവാണ്, റസൂലാണ്. അത് മുന്നിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസിക്ക് അവരോട് അങ്ങനെ ഒരു പ്രയോഗമേ പാടില്ല. അങ്ങനെ പ്രയോഗം അങ്ങനെ നിന്ദ്യതയുടെ ഒരു മാനദണ്ഡമേ അല്ല ദേശം എന്നുള്ളതും ഭാഷ എന്നുള്ളത്. തെക്കന് വടക്കിനോട്, വടക്കിന് തെക്കനോട്, കേരളത്തിനകത്ത് പോലും ഇതൊക്കെ ഒരു വംശീയത തന്നെയാണ്. ഇതൊക്കെ ഒരു വംശീയതയാണ്. ഇതൊരു വിവേചനം തന്നെയാണ്. ഈ വിവേചനങ്ങൾ അല്ലാഹു അനുവദിക്കുന്നില്ല. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി 5 നേരം കൃത്യമായി ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ കൂടി പറയുന്നത് അതൊരു ബാലൻസിംഗ് ആണ്. ആണ്ടിലെ അറഫയും ഹജ്ജും ഒക്കെ ആ മഹാസമ്മേളനങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുന്ന മഹത്തായ ഒരു ആശയമാണത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ആ വാചകം, അൽ ഖൽഖു കുല്ലുഹും ഇയാലുല്ലാഹ്, എല്ലാ മനുഷ്യരും അല്ലാഹുവിന്റെ കുടുംബമാണല്ലോ. അഹബ്ബുൽ ഖൽഖി ഇലല്ലാഹി അൻഫഉഹും ലിഇയാലിഹി, ആ കുടുംബത്തിന് ഏറ്റവും നല്ല മനുഷ്യരാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ആ മഹത്വം നടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ മഹത്വമുണ്ട് കേട്ടോ. ചിലർക്കൊക്കെ വേറെ ചിലപ്പോൾ മഹത്വമുണ്ട്, ശ്രേഷ്ഠരാണ്, ഉത്തമന്മാരാണ് ഈ കൂട്ടത്തിൽ എല്ലാവരും ആയിരിക്കുമ്പോഴും ആരെന്നറിയുമോ? അത് നിങ്ങൾക്കിടയിൽ അല്ലാഹുവിന്റെ കുടുംബക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവൻ ആരാണോ അവനാണ്. മറ്റുള്ളവരിലേക്ക് കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചുകൊണ്ട് ജനങ്ങളെ എല്ലാവരെയും പാലിച്ചെടുക്കാൻ, അണച്ചു പിടിക്കാൻ കഴിയുന്നവൻ ആരാണോ അവനാണ് ഏറ്റവും ഉത്കൃഷ്ടനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഗുരുവിനോട് ചോദിച്ച ചോദ്യം കൊണ്ട് ഞങ്ങൾ അന്യരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന്, അന്യരോട് ഞങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ അന്യരായിട്ട് ആരുമില്ല എന്നാണ് പറഞ്ഞത്. അതാണ് ഈ ഹദീസിന്റെ ചുവടിയെ ചേർക്കാവുന്ന ഒരു ആശയമാണ്. ഹദീസ് പറഞ്ഞ അതേ വാചകം, അന്യരായിട്ടോട് ആരാളുള്ളത്? അന്യരായിട്ട് ആരുമില്ല. അന്യരോട് എങ്ങനെ പെരുമാറുമെന്ന ചോദ്യത്തിനോട് പ്രസക്തിയില്ല. എല്ലാവരും വേണ്ടപ്പെട്ടവരാ, എല്ലാവരും നമ്മളുമായി ബന്ധപ്പെട്ടവരാ. ഒരു അച്ഛന്റെയും അമ്മയുടെയും മക്കളാണ്. ഈ വർണ്ണവ്യത്യാസവും വലിപ്പ വ്യത്യാസവും അതുപോലെ ദേശങ്ങളും ഭാഷകളും വ്യത്യസ്തമായത് നമ്മൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്, അതല്ലാതെ വെറുക്കാൻ വേണ്ടിയിട്ട്. വെറുപ്പിന്റെ മാനദണ്ഡങ്ങളായിട്ട് ഇതൊന്നും മുന്നിൽ വരാൻ പാടില്ല. ഇത് ലോകത്തോട് വീണ്ടും വീണ്ടും ആവർത്തി പറയുന്ന ഒരു പ്രഖ്യാപനമാണ് അറഫയിലുള്ളത്. ആ അറഫയിൽ നിന്ന് റസൂൽ നടത്തിയ ഒരു പ്രഖ്യാപനമാണ്, നിങ്ങളുടെ റബ്ബ് ഒന്നാണ്, നിങ്ങളുടെ പിതാവ് ഒന്നാണ്, പിന്നെ എന്ന് വലിയൊരു വാചകം. റസൂൽ പറഞ്ഞൊരു വാചകമാണ്. അറബി ഭാഷയിൽ ഖുർആൻ കൊണ്ടുവരികയും അറബി നാട്ടിൽ ജനിച്ച് ജീവിക്കുകയും അറബി ഭാഷ മുമ്പിൽ വെച്ചുകൊണ്ട് പ്രബോധനം നടത്തുകയും ചെയ്തിട്ട് അറബി കുടുംബത്തിൽ ജീവിച്ചു മരിക്കുന്ന ഒരു പ്രവാചകൻ അതിന് തൊട്ട് മുമ്പ് അറബികളായ ഒരു സമൂഹത്തോട് പറഞ്ഞൊരു വാചകമാണിത്. അറബികൾക്ക് അറബിയേക്കാൾ ശ്രേഷ്ഠതയൊന്നുമില്ല കേട്ടോ. നിങ്ങൾ അറബ് സംസാരിക്കുന്നത് കൊണ്ട് ഖുർആന്റെ ഭാഷ അറബാണ്, അതുകൊണ്ട് അറബികൾക്കാണ് മറ്റുള്ളവരെക്കാൾ മഹത്വം എന്നുള്ള ഒരു വംശീയ ചിന്താഗതി നിങ്ങൾക്കിടയിൽ കടന്നു വരാതിരിക്കട്ടെ എന്ന് കാലേ കൂട്ടി ഒരു മുൻകരുതലോടെ അറബിയിൽ നടത്തിയ പ്രഖ്യാപനം. അങ്ങനെ ഒരു അറബികൾക്ക് അറബിയേക്കാൾ ശ്രേഷ്ഠതയില്ല, വെളുത്തവൻ കറുത്തവനേക്കാളും ശ്രേഷ്ഠതയില്ല എന്ന് അങ്ങനെ ഇല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി സഹാബാക്കൾ പഠിപ്പിച്ചു കൊടുത്തു. ആ ഒരു അറിവ് ഇന്ന് ലോകത്ത് ഏറ്റവും ആവശ്യമായ ഒരു കാലഘട്ടത്തിലുള്ളത്. വല്ലാതൊരു വീർപ്പുമുട്ടല്, ഐ കാൺ ബ്രീത്ത് എന്ന് പറഞ്ഞല്ലോ, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ആ ഒരു സാഹചര്യമാണ് ഇന്നും ലോകത്ത് നിലനിൽക്കുന്ന വർണ്ണപരിയുടെ പേരിൽ. വർണ്ണ വിവേചനങ്ങളിൽ നിന്ന് വിമോചനം എന്ന നിലയിൽ ഒക്ടോബർ 21 ആദരിച്ചു വരുന്നുണ്ട്. ആ ദിവസം മാർച്ച് 21 എന്തിനാണ് ആ ദിവസം അങ്ങനെ പ്രത്യേകമായി ആദരിക്കുന്നത് അറിയുമോ? 1969 മറ്റുമാണ് ദക്ഷിണാഫ്രിക്കയിൽ നടത്തിയിട്ടുള്ള കറുത്തവർഗക്കാർക്കെതിരെ നടക്കുന്ന വിവേചനങ്ങൾക്കെതിരെ അവർ നടത്തിയ ശാന്തമായ സമരത്തിന് വെള്ളപ്പട്ടാളക്കാരായ പോലീസുകാർ എടുത്ത തോക്കിന്മയിൽ നിന്ന് വന്ന 100 കണക്കിന് വെടികുണ്ടകൾ അവസാനം 69 മനുഷ്യരെ നിഷ്ഠൂരം പതിച്ചു കളഞ്ഞു. വർഗത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ വിവേചനം നേരിട്ട ഒരു സമൂഹത്തിന് നേരെ എതിർത്തിട്ടുള്ള വ്യക്തിയുടെ ഓർമ്മകളാണത്. 69 മനുഷ്യരെ കൊന്നതിന്റെ ഓർമ്മകളായി ഇറക്കിക്കൊണ്ടാണ് വർണ്ണവിമോചനത്തിൽ നിന്നുള്ള വർണ്ണവിവേചനത്തിന്റെ വിമോചനമാണെന്ന ദിവസം ഇന്ന് ലോകത്ത് ആദരിക്കുന്നത്.
എന്നാൽ ദുൽഹജ്ജ് 9 അറഫാ സംഗമം സ്നേഹത്തോടെ എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ട് ആ ദിവസത്തെ ആദരിക്കുന്നുണ്ട്, ആചരിക്കുന്നുണ്ട്, ഓർമ്മപ്പെടുത്തലായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ആരും മന്യരില്ല, എല്ലാവരും സ്വന്തക്കാർ തന്നെയാണ്. അതുകൊണ്ട് നിറത്തിന്റെ പേരിലും ജാതിയുടെ, മതത്തിന്റെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ, വലുപ്പത്തിന്റെ പേരിലൊന്നും ഒരു വേർതിരിവ് മനുഷ്യന് വേണ്ട. അതൊരിക്കലും നമുക്ക് നല്ലതല്ല, അത് ഇസ്ലാം പഠിപ്പിക്കുന്നുമില്ല. അതുകൊണ്ട് കാര്യങ്ങൾ ഓരോരുത്തരോട് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തയ്യാറാവുക. അത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഒരിക്കൽ ആദരവായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, ഇന്നല്ലാഹ ഫറദ അലൈക്കുമുൽ ഹജ്ജ്, ജനങ്ങളെ, അല്ലാഹു നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന്. ഒരു ഹജ്ജിന്റെ ഔദ്യോഗികമായ ഒരു നിർബന്ധ കൽപ്പന പ്രഖ്യാപനമാണ് റസൂലുള്ളാഹി ആ അവസരത്തിൽ നടത്തുന്നത്. പടിപടിയായിട്ടാണല്ലോ ഇസ്ലാമിന്റെ ഒരു വളർച്ച എന്നുള്ളത്, അധ്യാപനം എന്നുള്ളത് പടിപടിയായിട്ടാണ്. അവസാനത്തെയാണ് ഹജ്ജ് അള്ളാഹു നിർബന്ധമാക്കുന്നത്. നിർബന്ധമാക്കിയ സന്ദർഭത്തിൽ അഖ്റബ് ബിൻ ഹാബിസ് എന്ന സ്വഹാബി എന്നിട്ട് ചോദിച്ചു, നബി റസൂലുള്ളാഹ്, എല്ലാ വർഷവും ഹജ്ജ് നിർബന്ധമാണോ എന്ന്? റസൂൽ മറുപടി പറഞ്ഞില്ല. അദ്ദേഹം ചോദ്യം ആവർത്തിച്ചു, അപ്പോഴും മറുപടി പറഞ്ഞില്ല. പിന്നെയും ചോദ്യം ആവർത്തിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, അതേ ചോദ്യം പിന്നെ ആവർത്തിച്ചു പോകും. അതേ എന്ന് പറയാൻ എത്ര എളുപ്പമുണ്ട്. അതെ എന്ന് പറഞ്ഞാൽ അവിടെ തീരും. അതൊരു വെറും വാക്കല്ലേ, അങ്ങ് പറയാം, എളുപ്പത്തിൽ പറയാവുന്നവരാണ്. പക്ഷെ റസൂൽ അങ്ങനെ എളുപ്പത്തിൽ അതേ എന്ന് പറഞ്ഞാൽ വർഷാവർഷം എല്ലാ വിശ്വാസികൾക്കും ഹജ്ജ് ചെയ്യൽ നിർബന്ധമാകും. അത് നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല. പിന്നെ എന്തിനാണ് ഈ ചോദ്യം എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഹജ്ജ് എന്നുള്ളത് നിർബന്ധ ബാധ്യതയാണ് എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇസ്ലാമിന്റെ പൂർത്തീകരണം ഹജ്ജിലൂടെ പൂർത്തിയാവുള്ളൂ. ഹജ്ജ് നിർബന്ധമാകുന്ന ഒരു സാഹചര്യത്തിൽ ജീവിതത്തിൽ കടന്നുപോയൊരു വിശ്വാസി അത് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇസ്ലാം അപൂർണമായി തന്നെ നിൽക്കും. അതിൽ തർക്കമില്ല. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അതനുസരിക്കുക എന്നതിനപ്പുറത്ത് ഉപചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട്, ചോദ്യങ്ങൾ പിന്നെയും ആവർത്തിച്ചുകൊണ്ട് ആ ഉത്തരത്തെ ഒന്ന് വ്യക്തമാക്കാൻ നമ്മൾ നടത്തുന്ന ശ്രമങ്ങൾ ആ ഒരു പ്രവൃത്തിയെ നമുക്ക് പ്രയാസകരമാക്കി മാറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു കാര്യത്തിൽ ഒരു അഭിപ്രായം റസൂൽ പറയാണ്, ആ അഭിപ്രായത്തിൽ വിശാലമായ ഒരുപാട് സാധ്യതകളുണ്ട്. അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, ഒരുപാട് സാധ്യതകളുണ്ടാകും. ആ സാധ്യതകളെ മുതലെടുക്കുക എന്നുള്ളത് വിശ്വാസം കിട്ടുന്ന ഒരു ആനുകൂല്യമാണ്. എല്ലാവർക്കും ഒരേ തീവ്രതയോടെ ഒരേ ലെവലിൽ കാര്യം ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ റസൂലിന്റെ ഈ വിശാലമായ ചില ഒരു അഭിപ്രായങ്ങളിൽ ആ സാധ്യതകളെല്ലാം മുതലെടുക്കാം. നമ്മളവിടെ പെട്ടെന്ന് ചെയ്താൽ മതി. ഈ റിപ്പീറ്റ് ചോദ്യങ്ങൾ, ബനൂ ഇസ്രായേലിൽ പശുവിന്റെ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ പശുവിന്റെ ക്വാളിറ്റിയെ കുറിച്ച് അന്വേഷിച്ചതുപോലെ ഒരു കിട്ടാക്കനിയായി മാറിയ പശുവിന്റെ സാഹചര്യം നമുക്ക് അൽ ബഖറയിൽ പറയുന്ന അതുപോലെ ചോദ്യങ്ങൾ പിന്നെയും ആവർത്തിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കൺക്ലൂഷൻ എത്താൻ കഴിയാതെ അവസാനം നമ്മൾ തന്നെ പ്രയാസത്തിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. നിങ്ങളായിട്ട് മതത്തെ പ്രയാസമാക്കില്ല. മതം വളരെ ലളിതമാണ്, സിമ്പിളാണ്, മനുഷ്യന് ജീവിതത്തിൽ പകർത്താവുന്നത്. അപ്പൊ ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ നമ്മുടെ മുമ്പിൽ പറയുന്ന അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത് അറഫ നോമ്പാണ്. അറഫ നോമ്പ് നമുക്കറിയാം, അല്ലാഹു ഒരു പ്രവാചകൻ പറഞ്ഞൊരു വാഗ്ദാനമുണ്ട്. ഒരു വിശ്വാസിക്ക് 2 വർഷത്തെ മുൻകഴിഞ്ഞ ഒരു വർഷത്തെയും ശേഷം വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾക്ക് പരിഹാരമാകാൻ മാത്രം പര്യാപ്തമായ പ്രതിഫലം നിലനിൽക്കുന്ന ഒരു അമലാണ്. അല്ലാഹു എല്ലാ അമലുകൾക്കും അങ്ങനെയാണ്. അമലുകൾക്ക് ഇങ്ങനെ വാരിക്കൂരി കൊടുക്കുകയാണ്, എന്നാൽ പാപത്തിന് മാത്രം വളരെ കൃത്യമായ അളവിൽ മാത്രം ശിക്ഷകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളത് അല്ലാഹുവിന്റെ വലിയ കാരുണ്യമാണ്. റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും വലിയ മഹത്തായ ഒരു പ്രതിഫലം നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു ദിവസമാണ് അറഫയിലെ നോമ്പ് എന്നുള്ളത്. ആ നോമ്പ് എല്ലാ വിശ്വാസികളും കഴിവിന്റെ പരമാവധി എന്ത് ചെയ്യുക, ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഇവിടെ ഒരു ആശങ്ക ഉള്ളത് എന്ന് നോമ്പ് പിടിക്കണം എന്നുള്ളതാണ്. അറഫയിൽ അവർ നിൽക്കുന്ന ദിവസമാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് നാളെ നോമ്പ് പിടിക്കേണ്ടി വരും. അല്ലെങ്കിൽ ദുൽഹജ്ജ് 9-നാണെങ്കിൽ മറ്റന്നാൾ നോമ്പ് പിടിച്ചാൽ മതി. അപ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന, അറഫയിൽ നിൽക്കുന്ന ദിവസം നോമ്പ് പിടിക്കാം. അതാണ് ശരിയായ നിലപാട്. കാരണം അവർ അവിടെ നിൽക്കുമ്പോഴാണ് നമ്മൾ അവരുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ടത് എന്നതാണ് ഒരു വെപ്പ്. രണ്ടാമതൊരു സംഭവം എന്നുള്ളത്, എന്തായാലും ഈ പ്രതിഫലം നഷ്ടപ്പെടുത്താൻ പാടില്ല, അതുകൊണ്ട് നമുക്ക് നാളെ മറ്റന്നാൾ പിടിക്കാം, എന്തായാലും കിട്ടുമല്ലോ എന്നുള്ളത്. അത് മതത്തിൽ നമ്മൾ കാണിക്കുന്ന ഒരു കടുപ്പമാണ്. അറഫ 2 ദിവസം നോമ്പില്ല. നമ്മൾ എന്തിനാ അങ്ങനെ ഒരു കഷ്ടപ്പെടണം അവർ അനുവദിച്ചിട്ടില്ല. നോമ്പ് പിടിക്കുന്നതിനെ കുറിച്ചുള്ള തടസ്സം പറയുന്നത്, അറഫ നോമ്പിന്റെ കൂലി കിട്ടാൻ വേണ്ടി 2 ദിവസം നോമ്പ് പിടിക്കാൻ ഒരു വിശ്വാസിയെ നിർബന്ധിച്ചിട്ടില്ല.
ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഐക്യദാർഢ്യത്തിന്റെ പേരിൽ നോമ്പ് പിടിക്കാൻ ഒരു വിശ്വാസിയോടും അല്ലാഹു റസൂൽ കൽപ്പിച്ചിട്ടില്ല. ലോകത്ത് ഉദയാസ്തമയങ്ങൾ വ്യത്യസ്തമാണ്. അറഫയിൽ നിൽക്കുന്ന അതേ സമയത്ത് രാത്രി ഉറങ്ങുന്ന ഭൂഖണ്ഡങ്ങളുണ്ട്. ഈ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ പകലായിരിക്കുന്ന അതേ സമയത്തിന് രാത്രി ആയിരിക്കുന്ന ഭൂഖണ്ഡങ്ങളുണ്ട്. അമേരിക്കയിലേക്ക് 12 മണിക്കൂർ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത്രയും വ്യത്യാസം നിലനിൽക്കുന്ന ഒരു രാജ്യത്തുള്ള ജനങ്ങൾ ഇവരോട് ഐക്യപ്പെടുക എന്നുള്ളത് പ്രായോഗികമല്ല. അതുകൊണ്ട് ഓരോ രാജ്യത്തിന്റെയും നാടിന്റെയും ഉദയാസ്തമയങ്ങളും സമയങ്ങളുടെയും ക്രമത്തിലായിരിക്കണം നമ്മൾ അമലുകൾ സ്ഥാപിക്കാറുണ്ട്. അല്ലാതെ സൗദിയിൽ ലോകസ്കരിക്കുക നമ്മൾ ലോകസ്കരിക്കാതെ നടക്കണ കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ എന്നാണ് ദുൽഹജ്ജ് 9 അന്ന് അറഫ നോമ്പ്. ഇതിനൊരു കൺഫ്യൂഷൻ ആവശ്യമില്ല, ഒരു കൺഫ്യൂഷന്റെയും ആവശ്യമില്ല. അതുകൊണ്ട് ദുൽഹജ്ജ് 9 എന്നാണോ അന്ന് അറഫ നോമ്പ് പിടിക്കുക, ദുൽഹജ്ജ് 10 പെരുന്നാൾ ആഘോഷിക്കുക. അല്ലാതെ എന്ത് ചെയ്യേണ്ടതില്ല 2 ദിവസം പിടിക്കണമെന്നോ അല്ലെങ്കിൽ അവർ നിൽക്കുന്ന ദിവസം പിടിക്കണമെന്നുള്ള ആശങ്ക ഇവിടെ ഒരു വിധത്തിൽ ന്യായീകരിക്കപ്പെടാവുന്നതല്ല. രണ്ടാമത് പ്രധാനപ്പെട്ട കാര്യം ഉദ്ഹയ്യത്തിന്റെ മാംസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. കൊടുക്കണം കൊടുത്തോളാം എന്ന് ചില പ്രത്യേകമായ വിഭാഗത്തിന്റെ വിഷയത്തിൽ ചർച്ച നിൽക്കുന്നുണ്ട്. അത് നമ്മൾ വലിയ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയവുമല്ല. എന്നാൽ റസൂൽ കൊടുക്കണ്ട എന്നോ കൊടുക്കാമെന്നോ കൊടുക്കാതിരിക്കാൻ പാടില്ല എന്ന് കെട്ടായം പറയാത്ത ആൾക്കാരുണ്ട്. അവർക്ക് കൊടുക്കണം, കൊടുത്തേ പറ്റൂ എന്ന് വാശി പിടിച്ചിട്ടില്ല. എന്നാൽ കൊടുക്കരുത് എന്ന് തടസ്സവും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളവരുടെ വിഷയത്തിൽ കൊടുക്കാനും കൊടുക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവിടെയും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, എങ്ങനെയെങ്കിലും മതത്തിന്റെ പേരിൽ ഒരു പ്രത്യേക നിയമം ഉണ്ടാക്കി എടുത്തിട്ട് ഒരു കുടിസ്ഥായ നിലയിലേക്ക് പോകേണ്ട കാര്യമില്ല. പണ്ഡിതന്മാർ ഇത്തരം വിഷയങ്ങളിൽ നബിയുടെ മൗനത്തെ വിശദീകരിക്കുന്നത് അതാത് നാട്ടിന്റെ സാഹചര്യത്തിനനുസരിച്ച്. സൗദി അറേബ്യയിൽ നിൽക്കുന്ന ഒരാൾക്ക് നബി ഈ വിഷയത്തിൽ മൗനം പാലിച്ചു, നമ്മൾ അത് നിലപാട് സ്വീകരിക്കണമെന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ പണ്ഡിതൻ ആ നാടിന്റെ സ്വഭാവത്തിൽ നിന്നോട് നിയമം പറയാം. പക്ഷെ ആ നിയമം കേരളത്തിൽ നടപ്പിലാവില്ല. നിബിധങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വെച്ച് വിശാലമായ അവസരമുണ്ട്. അപ്പൊ അവിടെ നമ്മുടെ നാട്ടിൽ അനുയോജ്യമായ തീരുമാനങ്ങൾ എത്താനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. ബുദ്ധിമാന്മാർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ സൂചനകൾ തന്നെ ധാരാളമാണ് എന്നുള്ളത് കൊണ്ട് വലിയ നിലയിൽ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് വിശാലമായി നൽകപ്പെട്ടുള്ള അവസരങ്ങൾ, ചിന്തകൾ നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.